കാസർഗോഡ് വീണ്ടും റാഗിംഗ് പരാതി. പരവനടുക്കം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് മർദ്ദനമേറ്റത്. 8+1 വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് മർദ്ദിച്ചെന്ന് പരിക്കേറ്റ മുഹമ്മദ് അബ്ദുൽ ഹാദി 24 പറഞ്ഞു. ആദ്യം അബ്ദുൽ ഹാദിയുടെ പ്രതികരണത്തിലേക്ക്. +1 നമ്മളെ റാഗാക്കി വന്നിട്ട് അവർ ഞാൻ സ്കൂൾ വിട്ടപാട് വീട്ടിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, നീ ഇന്ന് വീട്ടിൽ പോകണ്ട, 10ാം ക്ലാസ്സിൽ എല്ലാവരും ഇന്ന് തല്ലണോ, തല്ലാതെ ഇന്ന് വീട്ടിൽ പോകണ്ടാർ. എന്നിട്ട് എന്നെ മാത്രം ഫസ്റ്റ് കിട്ടിയവർക്ക്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് എന്നെ എന്നെ കൂട്ടിക്കൊണ്ടേ ഫസ്റ്റ് 3 ആൾ നീ ബാ പറഞ്ഞിട്ട്. എന്നിട്ട് ഓരോ ഇടയിൽ +1 ഇടയിൽ എന്നെ ചുറ്റുവിട്ട്. എന്നിട്ട് എല്ലാവരും കൂടി ഒന്നാകെ തന്നെ 3 ആൾ ഇതാക്കിയത്. ഞാനും ഇതുമായിട്ടേ പ്രശ്നം ഉണ്ടായിട്ടു. അവനോട് ഞാൻ ഒറ്റക്കൊറ്റക്ക് വരാൻ പറഞ്ഞു. അപ്പോൾ ഓന് ആയി പറഞ്ഞിട്ട് എല്ലാവരും ലാസ്റ്റ് ഒന്നാകെ വന്നു. സംഭവത്തിൽ മേൽപ്പറമ്പ പോലീസ് കേസെടുത്തു. അരുൺ പാറയ്ക്കൽ കാസർഗോഡ് ചേരുന്നു. അരുൺ, ഒറ്റയ്ക്കൊറ്റയ്ക്ക് വാ, കൂട്ടമായി വായോ എന്നൊക്കെയാണ് വെല്ലുവിളി. സ്കൂളുകളിൽ എന്താണ് സംഭവിക്കുന്നത്? നിയമ നടപടി ഉണ്ടായിട്ടുണ്ടോ? നിരന്തരമായി റാഗിംഗ് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനപ്പുറം ഇതിൽ വിദ്യാഭ്യാസ വകുപ്പ് യാതൊരു വിധത്തിലുള്ള ഒരു നടപടിയും എടുക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇതിപ്പോൾ കാസർഗോഡ് ജില്ലയിൽ മാത്രം 15ഓളം റാഗിംഗ് കേസുകളാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ പരവനടുക്കം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് ഈ ഒരു മർദ്ദനമേറ്റിരിക്കുന്നത്. മുഹമ്മദ് അബ്ദുൽ ഹാദി എന്നാണ് വിദ്യാർത്ഥിയുടെ പേര്. +1 വിദ്യാർത്ഥികൾ ഇന്നലെ വൈകുന്നേരം കൂട്ടം ചേർന്ന് മർദ്ദിച്ചു എന്നാണ് പരാതി. ആ കുട്ടിയെ നമ്മൾ നേരിട്ട് കണ്ടിരുന്നു. ആ ഘട്ടത്തിൽ കുട്ടിയുടെ ഇടത് കണ്ണിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അതുപോലെ തന്നെ പുറത്തും പരിക്കേറ്റിട്ടുണ്ട്. 8 വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് മർദ്ദിച്ചു എന്നാണ് ഇപ്പോൾ കുട്ടിയും അതുപോലെ തന്നെ കുട്ടിയുടെ രക്ഷിതാക്കളും ഒക്കെ പറയുന്നത്. ആ ഭാഗത്ത് CCTV ദൃശ്യങ്ങൾ നമ്മൾ അന്വേഷിച്ചിരുന്നു, പക്ഷേ അത് ഇതുവരെയും ലഭിച്ചിട്ടില്ല. സ്കൂളിൽ രക്ഷിതാക്കൾ സ്കൂളിൽ പരാതി നൽകിയിട്ടുണ്ട്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആൻറ്റി റാഗിംഗ് കമ്മിറ്റി യോഗം ചേരും. അതിനുശേഷം പോലീസിനെ വിവരം അറിയിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും മേൽപ്പറമ്പ പോലീസ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സ്കൂളിലെ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം മാത്രമായിരിക്കും തുടർ നടപടി ഉണ്ടാവുക. ശക്തമായ നടപടിയിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് കടക്കണം എന്നാണ് പൊതുവെ പറയുന്നത്. അതിന് കാരണം കാസർഗോഡ് ജില്ലയിൽ മാത്രം ഇതിപ്പോൾ 15ാമത്തെ ഈ റാഗിംഗ് പരാതിയാണ്. അത് വലിയ തോതിൽ ഈ കുട്ടികൾക്ക് ഒരു പ്രോത്സാഹനം നൽകുന്നുണ്ട്. ഇത്തരത്തിലുള്ള വാർത്തകളും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങളും ഉണ്ടാകുന്നത് മറ്റു കുട്ടികൾക്ക് കൂടി ഇതിലേക്ക് കടക്കാൻ ഒരു പ്രചോദനം ഉണ്ടാകുന്നു എന്നും പറയുന്നുണ്ട്. ശക്തമായ നടപടി ഉണ്ടാവണം, എന്നാൽ മാത്രമായിരിക്കും കുട്ടികൾ ഇതിൽ നിന്ന് പിന്മാറൂ. സുഹൈൽ, എന്തായാലും അതിശക്തമായ നടപടി വേണം. +2 വിദ്യാർത്ഥികൾക്ക് 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ എന്നൊക്കെ പറഞ്ഞാൽ അനുജന്മാരെ പോലെ കാണേണ്ടവരാണ്. പക്ഷെ അവിടെ ഏറ്റുമുട്ടുകയാണ്, ഗ്യാങ് തിരിഞ്ഞ് ഏറ്റുമുട്ടലാണ്. പരസ്പരം തല്ലിന്റെയും വിദ്വേഷത്തിന്റെയും സന്ദേശമാണ് അവർ തമ്മിൽ കൈമാറുന്നത്. ഇതിൽ ഒരു നിയമ നടപടിക്ക് അപ്പുറത്തേക്ക് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ഒരു അവബോധം ഉണ്ടാക്കണം. പരസ്പരം സ്നേഹിക്കാനും കരുതലിലും മുന്നോട്ട് പോകാൻ വിദ്യാർത്ഥികളെ പ്രേരിപ്പിക്കണം. അതിനുതകുന്ന പദ്ധതികളും ഉണ്ടാകണം.